കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ 4 പേരുടെ സംസ്കാരം ഇന്ന് നടക്കും. കണ്ണൂർ കുറുവ സ്വദേശി UK അനീഷ് കുമാറിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പത്തനംതിട്ട പന്തളം മുടിയൂർക്കോണം സ്വദേശി ആകാശ് ശശിധരന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്കാണ്. മൃതദേഹം ഇപ്പോൾ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലെത്തിക്കും. വെളിച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെയും സംസ്കാരം ഉടൻ നടക്കും. AV ജയശങ്കർ പുനലൂരിൽ നിന്ന്, അരുൺ രാജ് കൊല്ലത്ത് നിന്ന്, ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന്, സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ആദ്യം അരുൺ രാജിലേക്ക്. അരുൺ, എന്താണ് കൊല്ലത്ത് നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അരുണിലേക്ക് വരാം. ഒരു സാങ്കേതിക തകരാറുണ്ട് എന്നാണ് കരുതുന്നത്. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരിൽ 4 പേരുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുക. കണ്ണൂർ കുറുവ സ്വദേശി UK അനീഷ് കുമാറിന്റെ മൃതദേഹം വീട്ടിൽ ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുന്നു. അരുൺ രാജിനെ കേൾക്കാമെന്ന് കരുതുന്നു. അരുൺ, പറഞ്ഞോളൂ. വേണു, അല്പസമയത്തിനകം തന്നെ ലൂക്കോസിന്റെ മൃതദേഹം ഇപ്പോൾ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ ഹെയ്ത്ത് ഹോമിലേക്ക് എത്തിക്കും. വീട്ടിലെ പൊതുദർശനവും ശുശ്രൂഷ കർമ്മങ്ങളും അടക്കം പൂർത്തിയായ ശേഷം അവിടെ നിന്ന് ഇപ്പോൾ വാഹനത്തിൽ തന്നെയാണ് ഇവിടേക്ക് എത്തിക്കുക. ഇവിടെ വെച്ചാണ് സംസ്കാര കർമ്മങ്ങളടക്കം നടക്കുക. ഇതിനുശേഷമായിരിക്കും ഇവിടെ സംസ്കാരം കർമ്മങ്ങൾക്ക് പൂർത്തിയായ ശേഷം ഇവിടേക്കാണ് അടക്കം നടത്തുന്നത്. ഇതിനോടകം തന്നെ ഈ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കുന്നതിനുള്ള കാലതാമസമാണ് ഉണ്ടായത്. കൂടുതൽ നേരം ഈ മൃതദേഹം പുറത്തു വെക്കരുത് എന്നൊരു നിർദ്ദേശം അവർ മുന്നോട്ട് വെച്ചിരുന്നു, ആശുപത്രി അധികൃതർ മുന്നോട്ട് വെച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മരണാനന്തര കർമ്മങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കിയത്. മുൻപ് നിശ്ചയിച്ചിരുന്ന സമയം 12 മണിയായിരുന്നു. അത് കുറച്ചുകൂടി വേഗത്തിലാക്കണമെന്ന നിർദ്ദേശം രാവിലെ തന്നെ ആശുപത്രി അധികൃതർ നൽകുകയും ചെയ്തു. എന്തായാലും അതുമായി ബന്ധപ്പെട്ട സംസ്കാര കർമ്മങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ലൂക്കോസിനെ സംബന്ധിച്ച് ഈ വലിയൊരു ജനാവലി തന്നെയായിരുന്നു ഈ വീട്ടിലേക്ക് ഇന്ന് ഒഴുകിയെത്തിയത്. കാരണം വളരെ കാലമായി വിദേശത്താണെങ്കിൽ പോലും നാട്ടിലൊക്കെ ലീവിനെത്തുമ്പോൾ ഈ നാട്ടുകാരുമായും അതുപോലെ തന്നെ ഈ പ്രദേശവുമായി വളരെയേറെ അടുത്ത ബന്ധവും സജീവമായ സാന്നിധ്യവും പുലർത്തിയിരുന്ന വ്യക്തിയാണ് ലൂക്കോസ്. ആ സാഹചര്യത്തിൽ നാടിൻ്റെ ഒന്നാകെ ഒരു പരിച്ഛേദം ആ വീട്ടിൽ നമുക്കിന്ന് കാണാൻ കഴിയുമായിരുന്നു. ആ ദുഃഖത്തിൽ, ആ ബന്ധുക്കളുടെ ദുഃഖത്തിൽ നാട്ടുകാർ ഒന്നടങ്കം പങ്കുചേരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത്. മറ്റൊന്ന്, ഈ ലൂക്കോസിൻ്റെ ഒരു ജീവിത സാഹചര്യമാണ്. 15 വർഷമായി വിദേശത്താണെങ്കിൽ പോലും ഈ ബന്ധുക്കളുമായുള്ള അടുപ്പം, ഈ സഭയുമായുള്ള അടുപ്പമെല്ലാം അത് വലിയ രീതിയിൽ ലൂക്കോസ് കാത്തു സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് ലൂക്കോസിൻ്റെ ഈ വിയോഗ വാർത്ത വീട്ടിലേക്ക് എത്തുന്നത്. അതിൻ്റെ ദുഃഖവും വീട്ടിലെ എല്ലാവർക്കും ഉണ്ട്. കാരണം മകൾ ഉന്നത പഠനത്തിനടക്കം പോകുന്നതിന് അഡ്മിഷൻ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് ലൂക്കോസ് നാട്ടിലേക്ക് വരാനിരുന്നത്. ഇതിനിടയിലാണ് ഈ അന്ത്യമടക്കം സംഭവിക്കുകയും ചെയ്യുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ സംസ്കാര കർമ്മങ്ങളടക്കം നിർവഹിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വീട്ടിലെ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം വാഹനത്തിൽ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ പെന്തക്കോസ്ത് സഭയുടെ ഹെയ്ത്ത് ഹോമിലേക്ക് ഇവിടേക്ക് ഈ മൃതദേഹം എത്തിക്കും. ഇവിടെയാണ് സംസ്കാര കർമ്മങ്ങൾ നടക്കുക. ശരി, കൊല്ലത്ത് നിന്ന് അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത്. ലൂക്കോസിന്റെ ശവസംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തുടങ്ങും. പുനലൂരിൽ നിന്ന് AV ജയശങ്കറും ചേരുകയാണ് സാജൻ ജോർജിന്റെ വീട്ടിൽ നിന്ന്. ജയശങ്കർ, അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? അല്പസമയം മുമ്പാണ് പുനലൂർ സ്വദേശി സാജന്റെ ഭൗതിക ശരീരം വീട്ടിലെത്തിച്ചത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ വീട്ടിൽ വെച്ച് സാജന് അന്തിമോപചാരം അർപ്പിച്ചു. വലിയൊരു നിര, സാജന്റെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വലിയൊരു നിര വീട്ടിലുണ്ട്. കാരണം കുറേ വർഷങ്ങളായി നാട്ടിൽ വളരെ സജീവമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. 1 മാസം മുമ്പ് മാത്രമാണ് ജോലിക്ക് വേണ്ടി വിദേശത്തേക്ക് പോയത്. അതുകൊണ്ട് തന്നെ നാട്ടിൽ വലിയ തോതിലുള്ള ബന്ധങ്ങളുണ്ട്. അവരെ സംബന്ധിച്ചെല്ലാം വലിയ സങ്കടമാണ്. അതുകൊണ്ട് തന്നെ സാജന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് വീട്ടിൽ നിലവിൽ എത്തിയിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ അല്പസമയത്തിനകം അന്തിമോപചാരം അർപ്പിച്ചു തുടങ്ങും. നിലവിൽ സാജന്റെ ഭൗതിക ശരീരത്തിന് അന്ത്യ ശുശ്രൂഷകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അന്ത്യ ശുശ്രൂഷ പൂർത്തിയാക്കി വീട്ടിൽ അല്പസമയം മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ഇത് പൂർത്തിയാക്കി മാർത്തോമ പള്ളിയിലാണ് ശവസംസ്കാര ചടങ്ങുകൾ നടക്കുക. നരിക്കൽ മാർത്തോമ ചർച്ചിൽ ഭൗതിക ശരീരം 1 മണിയോടുകൂടി സംസ്കരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ക്രമീകരണങ്ങളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. നിലവിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഭൗതിക ശരീരത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. വലിയ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. കൂടുതലും അടുത്ത ബന്ധുക്കളാണ്. ഈ വീടിനോട് ചേർന്ന് തന്നെയാണ് പല ബന്ധുക്കളും താമസിക്കുന്നത്. അവരെ സംബന്ധിച്ചെല്ലാം വലിയ വിഷമമാണ്. കാരണം 1 മാസം മുമ്പ് മാത്രമാണ്
ഈ സാജൻ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോയത്. അതുവരെ നാട്ടിൽ സജീവമായിരുന്നു, നാട്ടിൽ എല്ലാ കാര്യങ്ങളിലും നിറഞ്ഞു നിന്നിരുന്ന വ്യക്തി പൊടുന്നനെ ഇല്ലാതാകുന്നു. അതിന്റെ ഒരു വിഷമത്തിലാണ് അവർ. വലിയ ചിരിയോടുകൂടി കളിയോടുകൂടി ഉണ്ടായിരുന്ന ഈ വീട് കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ സങ്കടത്തിലാണ്, വിഷമത്തിലാണ്, കണ്ണീരോടുകൂടി മാത്രം നിൽക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. സാജന്റെ സഹോദരി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം വിദേശത്ത് നിന്ന് എത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ വലിയ വിഷമത്തിലാണ്. എന്തായാലും വീട്ടിൽ 1 മണിക്കൂറോളം നേരം പൊതുദർശനത്തിന് മൃതശരീരം വെച്ച ശേഷം മാർത്തോമ പള്ളിയിലേക്ക് കൊണ്ടുപോകും. ഇവിടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. ഇതുമായി ബന്ധപ്പെട്ട എല്ലാവിധ ക്രമീകരണങ്ങളും ഇതിനകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. വേണു. ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. സാജൻ ജോർജിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെ മാർത്തോമ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ.